ഈ ചികിത്സാ പിഴവ് പലയിടത്തും സംഭവിക്കുന്നതായുള്ള വാർത്തകൾ ഈ അടുത്ത കാലത്തായിട്ട് വാർത്തകളിൽ നിറയുന്നുണ്ട്. അത്തരത്തിൽ നെടുമങ്ങാട് സംഭവിച്ചൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സാ പിഴവെന്ന പരാതിയുമായി വീട്ടമ്മ രംഗത്തെത്തിയിരിക്കുന്നത്. റൂട്ട് കനാൽ ചികിത്സയ്ക്കിടെ സൂചി ഒടിഞ്ഞ് പല്ലിനടിയിൽ ഇരിക്കുന്നുവെന്നാണ് പരാതി. നന്ദിയോട് പാലുവള്ളി സ്വദേശി ശില്പയാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ് ശില്പ പല്ലുവേദനയെ തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് മാർച്ച് 29-ന് റൂട്ട് കനാൽ ചികിത്സ നടത്തി. റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുൻപ് കേടായ ഭാഗം സൂചി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിന് ഇടയിലാണ് സൂചി ഒടിഞ്ഞ് മോണയുടെ ഇടയിൽ കുടുങ്ങിപ്പോയത്. അന്ന് ഇക്കാര്യം ഡോക്ടർ തിരിച്ചറിഞ്ഞില്ലെന്നാണ് പരാതിക്കാരി പറയുന്നത്. ചെയ്തിട്ട് വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ ഒന്നും കൂടെ തിരികെ വിളിച്ചു ഹോസ്പിറ്റലിലേക്ക്. തിരികെ വിളിച്ചിട്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്കാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ സൂചി റൂട്ട് കനാൽ ചെയ്ത സൂചി ഒടിഞ്ഞ് എൻ്റെ പല്ലിനകത്തൂടെ മോണയ്ക്കകത്ത് ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത്. പെയിൻ കില്ലറിൻ്റെ സഹായത്തോടെയാണ് ഇപ്പം നിൽക്കുന്നത്. നല്ല വേദനയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്കും മെഡിക്കലിലോട്ട് റെഫർ ചെയ്തു. പക്ഷേ മെഡിക്കൽ ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് നെടുമങ്ങാട് തന്നെ ചെയ്താൽ മതി എന്നാണ്. വേദന സഹിക്കാനാവാതെ നെടുമങ്ങാട് ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ ചികിത്സ നൽകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടാനായിരുന്നു നിർദ്ദേശം. എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്നും നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് തന്നെ വീട്ടമ്മയെ തിരിച്ചയച്ചുവെന്നാണ് പറയുന്നത്. റൂട്ട് കനാൽ ചെയ്ത സ്ഥലത്തു നിന്നും തന്നെ സൂചി മാറ്റുവാനാണ് മെഡിക്കൽ കോളേജിലെ ദന്തൽ വിഭാഗം അറിയിച്ചത്. മാസങ്ങളായി വേദന സംഹാരികൾ കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശില്പ വേദന സഹിക്കാനാവാതെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി സൂപ്രണ്ടിന് പരാതി നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.